നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് ഇന്ദുജിയുടെ ആത്മഹത്യ. ഇന്ദുജിയുടെ മരണത്തിൽ സർവത്ര ദുരൂഹതയാണ് ഇപ്പോൾ. ഇന്ദുജിയെ ഒഴിവാക്കാൻ ഭർത്താവായ അഭിജിത്ത് ശ്രമിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ദുജയ്ക്ക് ഒരു ഫോൺ കോൾ വന്നതിനു പിന്നാലെയാണ് ജീവനൊടുക്കിയത് എന്നാണ് അഭിജിത്തിന്റെ ബന്ധുക്കളുടെ വാദം. ഇത് അജാസ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെതാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും. അജാസുമായി ഇന്ദുജയ്ക്ക് വർഷങ്ങളായുള്ള സൗഹൃദമാണ് ഉള്ളത്. ഏകദേശം 2ാം ക്ലാസ് മുതൽ അജാസുമായി ഒരുമിച്ചാണ് ഇന്ദുജ പഠിച്ചതും. അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും കോമൺ ഫ്രണ്ട് കൂടിയായിരുന്നു ഈ അജാസ്. സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇങ്ങനെ: ബുധനാഴ്ച അജാസ് രാവിലെ തന്നെ അഭിജിത്തിന്റെ വീട്ടിൽ എത്തിയിരുന്നു. ഈ സമയം ഇന്ദുജ മറ്റാരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. വീടിന്റെ 2ാം നിലയിൽ അകത്ത മുറിയിലിരുന്നു കൊണ്ടാണ് ഇന്ദുജ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് കണ്ട അജാസ് ഉടൻ തന്നെ ഇന്ദുജയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങുകയായിരുന്നു. കുറച്ചു നാളുകളായി ഇന്ദുജയുടെ കാര്യത്തിൽ അജാസിന് സംശയമുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റിക്കൊണ്ടു പുറത്തേക്ക് പോയി. നേരെ പോയത് ഷഗ്ഗുമുഖത്തേക്കാണ്. ഇവിടെ എത്തിയ ഇരുവരും വാക്കേറ്റവും കയ്യാങ്കളിയുമായി. തുടർന്ന് അജാസ് ഇന്ദുജയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ അജാസ് അഭിജിത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു. രാത്രി വീട്ടിൽ കൊണ്ടാക്കിയ ഇന്ദുജ വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ അജാസിനെ വീണ്ടും വിളിച്ചിരുന്നു. താൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ് എന്നാണ് അറിയിച്ചത്. ഉടൻ തന്നെ അജാസ് ഈ വിവരം അഭിജിത്തിനെ ഫോൺ വിളിച്ച് പറയുകയും ഉണ്ടായി. അഭിജിത്ത് വീട്ടിലെത്തി മൃതദേഹം താഴെ ഇറക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവിടെ അജാസ് എത്തിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണത്തിന് ഇരുവരെയും സ്റ്റേഷനിൽ എന്തായാലും വിളിച്ചു വരുത്തും എന്ന് മുന്നിൽ കണ്ട് വളരെ വർഷങ്ങളായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളടക്കം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തതും. ഒട്ടനവധി ദുരൂഹതകളാണ് ഈ കേസിൽ ഇനിയും ബാക്കി നിൽക്കുന്നത്. കൂടാതെ ഇന്ദുജിയുടെ മൊബൈൽ ഫോൺ അടക്കം അജാസ് ഫോർമാറ്റ് ചെയ്തിരുന്നു. ഇന്ദുജിയുടെ എല്ലാ കാര്യങ്ങളും, ഫോണിന്റെ പാസ്വേഡ് വരെ അജാസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അജാസിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നതും. അഭിജിത്തും ഇന്ദുജിയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജിയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തി ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. കേസിൽ അജാസിന്റെ കടന്നുവരവ് പോലീസിനും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.